എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കണക്കിലെ ഒരു ട്രിക്കാണ്. അതായത് ഏതൊരു സംഖ്യയുടെയും 1 മുതൽ 1000 വരെയുള്ള ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ കാണാനുള്ള ട്രിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്ക്വയർ കാണാന്ന് പറയുന്നത് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ഗുണിച്ച് ചെയ്യുമ്പോഴത്തേനും സമയം ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ടൈം സേവ് ചെയ്തിട്ട് എങ്ങനെ ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ സെക്കൻഡിനുള്ളിൽ കാണാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇവിടെ നോക്കുക, 12 സ്ക്വയർ, 23 സ്ക്വയർ, 53 സ്ക്വയർ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? അവ തമ്മിൽ ഗുണിക്കും അല്ലേ. ഇപ്പോൾ 23ന്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 23 ഇൻറ്റു 23 എന്ന് എഴുതും. 3 3 9, 3 2 6, 3 2 6, 2 2 4, ദെൻ 9 12 1, ഇങ്ങനെ ചെയ്തിട്ട് 529 എന്ന് നമ്മൾ ഗുണിച്ച് എഴുതും ആണല്ലോ. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യാതെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇവിടുന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ആദ്യം എന്ത് ചെയ്യാന്നറിയോ? നമ്മളൊരു 3 ലൈൻ വരച്ചിടാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ലൈൻ വരയ്ക്കുന്നത്. 3 ലൈൻ വരച്ചിടാം. അതിനുശേഷം ഇവിടെ 12 അല്ലേ, അപ്പോൾ ഇതിൽ 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എവിടെ എഴുതാം? ഇവിടെ എഴുതാം, 4. ഓക്കെ, 2ന്റെ സ്ക്വയർ 4 എന്ന് നമ്മൾ ഇവിടെ എഴുതി. 2ന്റെ സ്ക്വയർ 4 അറിയാലോ, അവസാനം എഴുതി. 1ന്റെ സ്ക്വയർ ആദ്യം എഴുതി. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 അത് ആദ്യം എഴുതി. ഇനി ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറയുന്നത് ഇത് 3നെയും തമ്മിൽ ഗുണിക്കുക. അതായത് 1നെയും 2നെയും 2നെയും 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 2 എത്രയാണ്? 4 അല്ലേ. അപ്പോൾ ആ 4 ഇടയ്ക്ക് എഴുതി. നമ്മുടെ ആൻസറായി 144 എന്ന് കിട്ടി. എങ്ങനെയാണ് ചെയ്തത്? ആദ്യം 2ന്റെ സ്ക്വയർ അറ്റത്ത് എഴുതി 4, 1ന്റെ സ്ക്വയർ ആദ്യം എഴുതി 1, ദെൻ ഇടയിലുള്ള നമ്പർ കിട്ടാൻ 1 ഇൻറ്റു 2 ഇൻറ്റു 2 ചെയ്തു. 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 2 4, 144 എന്ന് നമുക്ക് ആൻസർ കിട്ടി. എളുപ്പമല്ലേ? അടുത്തത് ചെയ്യാം, 23ന്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ 23ന്റെ സ്ക്വയർ ഇങ്ങനെ ഗുണിച്ച് ചെയ്യുമ്പോൾ എത്ര സ്റ്റെപ്പ് വേണ്ടി വന്നു അല്ലേ. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാതെ നമുക്ക് ഇതുപോലെ ചെയ്യാം. എങ്ങനെയാണ്? ഒരു 3 ലൈൻ ഇട്ട് വെച്ചു. ആദ്യം എന്ത് ചെയ്യാം? 3ന്റെ സ്ക്വയർ 9 ഈ ഭാഗത്ത് ഇട്ടു. ഇനി 2ന്റെ സ്ക്വയർ ആദ്യം ഇടുക. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. ദെൻ എന്ത് ചെയ്യുക? ഇത് 3ഉം കൂടെ ഗുണിക്കുക. ഇടയിലുള്ള നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് 3ഉം കൂടെ ഗുണിക്കുക. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 2 എത്രയാണ്? 12 അല്ലേ. 6 ഇൻറ്റു 2 12. 12 എന്ന് പറയുമ്പോൾ 2 അക്കമുണ്ട്, നമുക്ക് ഒരക്കമേ വരാൻ പാടുള്ളൂ. അപ്പോൾ 12ന്റെ 2 ഇവിടെ എഴുതുക, ബാലൻസ് 1 ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇനി ഇത് കൂട്ടി എഴുതാലോ. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 4 1 കൂടെ കൂട്ടിയാൽ 5 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് 529 നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ കിട്ടിയ അതേ ആൻസർ തന്നെയല്ലേ. അപ്പോൾ ഏതാണ് ഈസി? ഇത് തന്നെയല്ലേ. ആദ്യം എന്ത് ചെയ്യുക? 3ന്റെ സ്ക്വയർ ഈ അറ്റത്ത് എഴുതി, 2ന്റെ സ്ക്വയർ ഈ അറ്റത്ത് എഴുതി, നടുവിലുള്ള നമ്പർ കിട്ടാൻ 2 ഇൻറ്റു 3 ഇൻറ്റു 2 ചെയ്തു. 12 എന്നുള്ളതിൻ്റെ 2 നമ്മളിവിടെ എഴുതിയിട്ട് 1 ഇപ്പുറത്തോട്ട് ശിഷ്ടം ഇടണം. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 529 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത നമ്പർ നോക്കാം, 53ന്റെ സ്ക്വയർ. 53ന്റെ സ്ക്വയർ വേണ്ട നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ പോലെ 3 ലൈൻ വരച്ചു. 3ന്റെ സ്ക്വയർ ആദ്യം എഴുതാം അല്ലേ. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 അതിവിടെ എഴുതി. ഓക്കെ, അടുത്തത് എത്ര? 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 എന്നുള്ളത് നമ്മൾ എഴുതി. ഇനി അടുത്തത് എന്ത് ചെയ്യുക? ഇടയിലുള്ള നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് 5 ഇൻറ്റു 3 ഇൻറ്റു 2 ചെയ്യുക അല്ലേ. 5 ഇൻറ്റു 3 എത്രയാണ്? 15. 15 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 30 അല്ലേ. 30ന്റെ എന്ത് ചെയ്യണം? 0 മാത്രം ഇവിടെ എഴുതാം, 3 ശിഷ്ടം ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആൻസറായി 9 0 5 3 8 2 ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്തത്? 3ന്റെ സ്ക്വയർ ഇവിടെ എഴുതി, 5ന്റെ സ്ക്വയർ ആദ്യം എഴുതി, ഇടയിലുള്ള നമ്പർ കിട്ടാൻ ഇത് 3ഉം കൂടെ ഗുണിച്ചു. 30ന്റെ 0 ഇവിടെ ഇട്ടു, 3 ശിഷ്ടം ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത നമ്പേഴ്സ് നോക്കാം. ഇവിടെ നോക്കുക, 72ന്റെ സ്ക്വയറും 66ന്റെ സ്ക്വയറും. ഇപ്പം ചെയ്തതുപോലെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ നോക്കുക, 72ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ 3 ലൈൻ ഇട്ട് കൊടുത്തു. 2ന്റെ സ്ക്വയർ എവിടെ എഴുതണം? അറ്റത്ത് എഴുതണം, 4 എന്ന് നമ്മൾ എഴുതി. ഇനി 7ന്റെ സ്ക്വയർ എവിടെയാണ് എഴുതേണ്ടത്? ആദ്യത്തേതിൽ.
49 എന്ന് നമ്മൾ എഴുതി. 7ന്റെ സ്ക്വയർ 49 ആണ്. 2ന്റെ സ്ക്വയർ 4, 7ന്റെ സ്ക്വയർ 49. ഇനി ഇടയ്ക്കുള്ള നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് 3ഉം കൂടെ ഗുണിക്കണം. 7 2 14. 14 × 2 എത്രയാണ്? 28 ആണ്. അപ്പോൾ 28ന്റെ എത്ര എഴുതണം? 8 ഇവിടെ എഴുതിയിട്ട് ബാലൻസ് 2 ഇതിൻ്റെ മുകളിലോട്ട് പോകും. ഓക്കെ, 2 അക്കം വരുമ്പോൾ ഒരക്കം ഒറ്റയുടെ സ്ഥാനത്തുള്ളത് എഴുതിയിട്ട് 10ന്റെ സ്ഥാനത്തുള്ള നമ്പറിനെ ഷിഫ്റ്റാക്കിയിട്ടിടാം. നമ്മുടെ ആൻസറായി 4, 8, 9 2ഉം കൂടെ കൂട്ടിയാൽ 11ന് 1, ഇവിടെ 1 ശിഷ്ടം 4 1 5 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ 5184 ആണ് 72ന്റെ സ്ക്വയർ. ഈസി ആണല്ലോ. 2ന്റെ സ്ക്വയർ എഴുതി, 7ന്റെ സ്ക്വയർ എഴുതി, ഇടയിലുള്ള നമ്പർ കിട്ടാൻ ഇത് 3ഉം കൂടെ ഗുണിച്ചു, 28ന്റെ 8 എഴുതി, 2 ബാലൻസ് ഇട്ട് കൊടുത്തു, കൂട്ടി എഴുതിയപ്പോൾ നമുക്ക് 5184 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അടുത്തൊരു നമ്പറും കൂടെ നോക്കാം. 66ന്റെ സ്ക്വയർ എന്ത് ചെയ്യണം? ആദ്യം 3 ലൈൻ വരയ്ക്കുക. 6ന്റെ സ്ക്വയർ എഴുതുക. അല്ലെ, ഇവിടെ 6 ആണ്. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ് അല്ലേ. അപ്പോൾ 36 എന്ന് പറയുമ്പോൾ 2 അക്കം ഉണ്ടല്ലോ, ഒരക്കമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ രണ്ടക്ക സംഖ്യകളുടെ സ്ക്വയർ ആകുമ്പോൾ എല്ലാ ഭാഗത്തും ഒരക്കമേ വരാൻ പാടുള്ളൂ. ആദ്യത്തെ ഭാഗത്ത് മാത്രമാണ് നമുക്ക് എത്രയാണോ ലാസ്റ്റ് വരുന്നത് അത്രയും നമ്പർ എഴുതാൻ പറ്റുക. അപ്പോൾ ആദ്യത്തെ 2 ഭാഗത്തും 2 അക്ക സംഖ്യ പാടില്ല, ഒരക്കമേ പാടുള്ളൂ. അപ്പോൾ 6 6 36 ആണ്. 36ന്റെ 6 എഴുതാം, 3 ബാലൻസ് ഇവിടെ വരും, ഇവിടെയുള്ള നമ്പറിൻ്റെ മുകളിൽ വരും. ഇനി എന്ത് ചെയ്യുക? ഇവിടെ 6 ആണ്. 6 6 36 ഇവിടെ എഴുതി. ഇനി ഇടയിലുള്ള നമ്പർ കിട്ടാൻ 6 6 36. 36 × 2 എത്രയാണ്? 36 × 2 72 ആണ്. 72ന്റെ 2 ഇവിടെ ഇടുക, 7 എവിടെ പോകും? ഇവിടെ ശിഷ്ടം പോകും. ഓക്കെ ആണല്ലോ. 2 അക്കം വരുമ്പോൾ ഒറ്റ ഭാഗത്ത് വരുന്നതിനെ ഇവിടെ എഴുതിയിട്ട് 10ന്റെ സ്ഥാനത്തുള്ളതിന് ഇപ്പുറത്ത് കൊണ്ടുപോകുക. അതിനുശേഷം അടുത്തത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചെയ്തു. നമ്മുടെ ആൻസർ 6, 3 2 5, 7 6 13ന് 3, 1 ശിഷ്ടം ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ചെയ്തത് ഒന്നുകൂടെ പറഞ്ഞുതരാം. 66ന്റെ സ്ക്വയർ ആണ്. ആദ്യം എന്ത് ചെയ്യുക? 6ന്റെ സ്ക്വയർ 36 ആണ്. 36ന്റെ 6 എഴുതാൻ പാടുള്ളൂ. 6 എഴുതുക, 3 ബാലൻസ് ഇപ്പുറത്തോട്ട് പോകും. ദെൻ അടുത്ത 6 എന്ന് പറയുമ്പോൾ 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 എഴുതി. ദെൻ ഇത് 3ഉം കൂടെ കൂട്ടുക. 6 6 36 2 72. 72ന്റെ 2 ഇവിടെ എഴുതിയിട്ട് 7 ബാലൻസ് ഇപ്പുറത്തോട്ട് പോകും. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇത് കൂട്ടി 6 3 2 5, 7 6 13ന് 3, 1 നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലായിടത്തും ഒരക്കമാണ് വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമല്ലേ. ഇനി അടുത്തത് 3 അക്ക സംഖ്യയുടെ നോക്കാം. ഇവിടെ നോക്കുക, 204ന്റെ സ്ക്വയറും 406ന്റെ സ്ക്വയറും ആണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ സാധാരണ പോലെ 3 ലൈൻ ഇടുക. ഇവിടെ നമുക്ക് ഒരക്കമേ പാടുള്ളൂ, 2 അക്കമേ പാടുള്ളൂ, അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. നമുക്ക് ഓരോന്നിൻ്റെ സ്ക്വയർ എത്ര കിട്ടുന്നു അത് അതുപോലെ തന്നെ എഴുതി വയ്ക്കാം. അതായത് 4ന്റെ സ്ക്വയർ ആണെങ്കിൽ 16, അത് അതുപോലെ തന്നെ എഴുതി. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4, അതും അതുപോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇത് 3ഉം കൂടെ ഗുണിക്കാം. 2 × 4 8, 8 × 2 എത്രയാണ്? 16. ആ ഗുണിച്ച് കിട്ടിയത് ഇടയിലും എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ട കാര്യം ഒന്നുമില്ല. കാരണം എന്താണ്? 3 അക്ക സംഖ്യയുടെ സ്ക്വയർ ആണ്. 2 അക്ക സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 2 അക്കം വരുന്ന സമയത്ത് 1 എഴുതിയിട്ട് ഇപ്പുറത്തോട്ട് ശിഷ്ടം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് അത്രയും നമ്പേഴ്സേ പാടുള്ളൂ, അതുകൊണ്ടാണ്. ഇവിടെ 3 അക്ക സംഖ്യ ആയതുകൊണ്ട് നമുക്ക് സ്ക്വയർ കിട്ടുന്നതൊക്കെ അതുപോലെ തന്നെ എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ 4ന്റെ സ്ക്വയർ 16 എഴുതി, 2ന്റെ സ്ക്വയർ 4 എന്ന് എഴുതി, 2 × 4 × 2 16 എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചു. ആൻസർ ആയി കഴിഞ്ഞു. അടുത്തത് നോക്കാം, 406 സ്ക്വയർ. 406ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 3 ലൈൻ ഇട്ട് കൊടുത്തു. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36, അതിവിടെ എഴുതി. അടുത്തത് 4ന്റെ സ്ക്വയർ എത്രയാണ്? 16, അതും എഴുതി. ഇനി എന്ത് ചെയ്യുക? അത് 3ഉം കൂടെ ഗുണിക്കുക. 4 × 6 24, 24 × 2 എത്രയാണ്? 48. ആ 48 അതുപോലെ തന്നെ എഴുതി. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, വളരെ എളുപ്പമല്ലേ. അപ്പോൾ 3 അക്ക സംഖ്യ ഇതുപോലെ സ്ക്വയർ വന്നാൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 4ന്റെ സ്ക്വയർ എഴുതി, ദെൻ അടുത്തത് 2ന്റെ സ്ക്വയർ എഴുതി, 3ഉം കൂടെ ഗുണിച്ചിട്ട് നടുക്ക് എഴുതി. 6ന്റെ സ്ക്വയർ എഴുതി, 4ന്റെ സ്ക്വയർ എഴുതി, 3 കൂടെ ഗുണിച്ച് നടുക്ക് എഴുതി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശിഷ്ടം കൊണ്ടുപോകേണ്ട പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഓക്കെ ആണല്ലോ. അടുത്ത 2 നമ്പേഴ്സ് നോക്കാം. ഇവിടെ നോക്കുക, 312ന്റെ സ്ക്വയർ 211ന്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ 0 ആണ് ഇടയിൽ വന്നിട്ടുള്ളത് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 312 എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കണം? 12ൻ്റെയും 3ൻ്റെയും. 312നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക.
അപ്പോൾ ഇവിടെ 3 ലൈൻ ഇട്ടു. ആദ്യം 12ന്റെ സ്ക്വയർ. 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 അപ്പോൾ അവിടെ 3 അക്ക സംഖ്യ വന്നു അല്ലേ? 2 അക്കം ആണെങ്കിൽ അതുപോലെ തന്നെ എഴുതി വെക്കാം. 3 അക്കം ആയതുകൊണ്ട് 144ന്റെ 2 അക്കം, അതായത് 44 എന്നിവിടെ എഴുതിയിട്ട് 1 ബാലൻസ് ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, അടുത്തത് 3ന്റെ സ്ക്വയർ 9 നമ്മൾ ആദ്യം എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇത് 3 കൂടെ ഗുണിക്കുക. 12 × 3 36, 36 × 2 72. ആ 72 ഇവിടെ ഇട്ടു. ഓക്കെ, ഇനി നമ്മൾ ഇത് തമ്മിൽ കൂട്ടാം. 4 ഇവിടെ ഉണ്ട്, ദെൻ 4 ഉണ്ട്, 2 1 3 7. നമ്മുടെ ആൻസർ കിട്ടി. ഈ ശിഷ്ടവും കൂടെ കൂട്ടിയിട്ട് എഴുതാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ 3 അക്കം വന്നതുകൊണ്ടാണ് നമ്മൾ 1 ശിഷ്ടം ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും 2 അക്കമാണ് വരേണ്ടത്. 3 അക്കം വന്നപ്പോൾ 1 ഇങ്ങോട്ട് ഇട്ടു, അത്രയേ ഉള്ളൂ. അടുത്തത് 211ന്റെ സ്ക്വയർ. ഇവിടെ എങ്ങനെയാണ്? ആദ്യം 11ന്റെ സ്ക്വയർ. 11ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 121 ആണ് അല്ലേ? അപ്പോൾ 121 എന്നുള്ളതിൽ നമുക്ക് എത്രയാണ് എഴുതാൻ പാടുള്ളൂ? 21 എഴുതാം അല്ലേ? 3 അക്കമാണ്, അപ്പോൾ 1 ബാലൻസ് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 എന്ന് നമ്മൾ ആദ്യം എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ കൂട്ടുക, ഗുണിക്കുക. 2 × 11 എത്രയാണ്? 22. 22 × 2 44 ആണ്. ആ 44 നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ആൻസർ ആഡ് ചെയ്യുക. ഇവിടെ 45 എന്ന് വരും, ഇവിടെ 4. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ 2 അക്ക സംഖ്യയുടെ സ്ക്വയർ കാണുന്നത്, 3 അക്ക സംഖ്യയിൽ ഇടയിൽ 0 വരുന്നത് കണ്ടു. ദെൻ എന്താണ്? 0 ഇല്ലാതെ 3 അക്ക സംഖ്യ. അപ്പം ഇങ്ങനെ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1000 വരെയുള്ള 999 വരെയുള്ള നമുക്ക് ഏത് സംഖ്യയുടെയും സ്ക്വയർ ഈ രീതിയിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? എളുപ്പമല്ലേ? അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഗുണിച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏത് സംഖ്യയുടെയും സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.